ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ്. ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. നമ്മളുടെ സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെയും ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഡൗട്ട്സും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അലോട്ട്മെന്റ് ഒക്കെ നോക്കണോ, ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല ഈ കോഴ്സിനെന്നാണ്. അലോട്ട്മെന്റ് നോക്കണം. ഇപ്പോൾ നമുക്കൊരു ഗവൺമെന്റ് കോളേജിലാണ് ഇപ്പോൾ BSc സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ്, BSc സൈക്കോളജി എന്നല്ല ഏതൊരു കോഴ്സ് ആണെങ്കിലും നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അഥവാ ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂല എന്ന് നല്ല രീതിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാം. ഒരുപാട് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ BSc സൈക്കോളജി ഉണ്ട്. 1-2-3 കോളേജ് ഉണ്ട്. അത് ഞാൻ ആദ്യം ഇട്ട BSc സൈക്കോളജി എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടേക്കാം. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ലിസ്റ്റ് ഓഫ് കോളേജസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഗവൺമെന്റ് കോളേജസ് ഏതൊക്കെയാണ്, MSc കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് കോളേജസ് എന്ന് പറയുമ്പോഴത്തേക്കും BSc സൈക്കോളജി MG കോളേജിലുണ്ട്, പിന്നെ ചെമ്പഴന്നി കോളേജിലുണ്ട്, ട്രിവാൻഡ്രം. വാട്ട് ഈസ് യുവർ കറന്റ് സ്റ്റാറ്റസ് അണ്ടർ ദിസ് ഫീൽഡ്? ഈ സൈക്കോളജി റിയലി തിയറി ബേസ്ഡ് കാണാപ്പാടം പഠിക്കണോ? ചില വേർഡ്സ്, ചില സെൻറ്റൻസുകൾ, ചില പാരഗ്രാഫുകളുണ്ട്. അത് അതേപോലെ എഴുതി വെച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടേതായ സെൻറ്റൻസിൽ എഴുതുമ്പോൾ അവർ അതിനനുസരിച്ച് മാർക്ക് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ എക്സാം എഴുതിയപ്പോഴത്തേക്കും എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് അതായിരുന്നു. അപ്പോൾ ഞാനൊരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അത് മനസ്സിലാക്കി എൻ്റെ സെൻറ്റൻസിലാണ് ഞാൻ കൺവേർട്ട് ചെയ്ത് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 3rd സെം 4th സെമ്മിലൊക്കെ ഞാൻ അവർ എന്താണോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ ഏകദേശം സെയിം ആയിട്ട് എഴുതാനാണ് ഞാൻ. അപ്പം അങ്ങനെ എഴുതിയപ്പോഴത്തേക്ക് എനിക്ക് കുറേ കൂടെ ഒക്കെ മാർക്ക് കുറച്ചൊക്കെ സ്കോർ ചെയ്യാൻ സാധിച്ചു. പിന്നെ ഈ ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ മാർക്ക് അങ്ങനെ ഇട്ട് തരുന്ന ഒരു ഫീൽഡല്ല. കുറേയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് തരുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ കറണ്ട് സ്റ്റാറ്റസ്. ഇപ്പം ഞാൻ BSc സൈക്കോളജി കഴിഞ്ഞു, ഗ്രാജുവേറ്റഡ് ആയി. ഇനി MScക്ക് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. ഒരുപാട് കാണാപ്പാടം പഠിക്കണം എന്ന് വെച്ചാൽ കാണാപ്പാടം പഠിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കി എഴുതിയാൽ അവർക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല നോക്കുന്ന ടീച്ചേഴ്സിന്. അപ്പം മാക്സിമം അവരെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ പഠിച്ച് എക്സാമിന് എഴുതുന്നതായിരിക്കും ബുദ്ധി. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് BSc സൈക്കോളജി പഠിച്ചെടുക്കാൻ പറ്റുമോ ആസ് എ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻറ്റ്? ഇപ്പം എൻ്റെ ക്ലാസ്സിൽ കുറച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ച ഫ്രണ്ട്സുകളുണ്ട്. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് എളുപ്പമാകാനാണ് ചാൻസ്. കാരണം അവർ പഠിച്ച ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ BSc എന്ന് പറയുമ്പോൾ മാക്സിമം സയൻസ് ബേസ്ഡ് ആണ്. പക്ഷെ സയൻസ് ബേസ്ഡ് ആണെങ്കിലും നമ്മൾ 10th പഠിച്ച ഫിസിയോളജി കാര്യങ്ങളൊക്കെയാണ്. ഫിസിയോളജി നമ്മൾ 10th പഠിച്ച കുറേ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ ഫിസിയോളജിയിൽ പഠിച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെയാണ് ഉള്ളത്. അല്ലാതെ ഒരുപാട് അങ്ങനെ ഭയങ്കര രീതിയിൽ ബയോമാക്സ് പഠിച്ച പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നും. പിന്നെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് പഠിച്ചിറങ്ങിയാൽ തന്നെ ഒരു ഓഫീസ് ജോലിയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ പീപ്പിൾസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ജോബാണ്. അപ്പം ആ ഒരു മനസ്സും കൂടെ ഉള്ള ഒരാൾക്ക് മാത്രമേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ BSc സൈക്കോളജി എടുത്തിട്ട് കാര്യമുള്ളൂ. ബാക്കിയുള്ളവർ വേറെ ഏതെങ്കിലും ഒരു ചെറിയൊരു സാധാ ഒരു ഡിഗ്രി വേണം എന്നാണെങ്കിലും എടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ആവണം, മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലാതെ ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് വേറെ ഒന്നും കിട്ടില്ല അപ്പം സൈക്കോളജിയിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ സൈക്കോളജി പഠിച്ചോ, പക്ഷെ ചുമ്മാ പഠിക്കാതെ എന്താ പറയുക, നല്ല മനസ്സിലാക്കി ആ ഒരു സബ്ജക്റ്റ് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഉള്ളിലോട്ട് എടുത്ത് പഠിച്ച് ഇറങ്ങാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ചോദിച്ചിരിക്കുന്ന BSc സൈക്കോളജി ഒക്കെ ഇംഗ്ലീഷിലാണോ എന്നാണ്. ഇംഗ്ലീഷിലാണ്, എല്ലാ ഡിഗ്രിയും ഇംഗ്ലീഷിലാണ്. അത് മനസ്സിലാക്കണം. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണോ. ഡിഗ്രി കോഴ്സ് മലയാളം ഒഴിച്ച് ബാക്കിയെല്ലാം ഇംഗ്ലീഷിലാണ്. മലയാളമാണ് പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം പഠിച്ചാൽ പോരെ. മലയാളം തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ഇതിൽ എന്താ പറയുക, നമ്മൾ ഈ +10 വരെ മലയാളം മീഡിയം പഠിച്ച കുട്ടികളായിരിക്കാം. +1 +2 വരുമ്പോഴത്തേക്കെങ്കിലും നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. വേറെ ഒരു കോഴ്സും
എൻ്റെ ഒരു ഇതിൽ മലയാളത്തിൽ ഇല്ല, എല്ലാം ഇംഗ്ലീഷിൽ തന്നെയാണ് ഉള്ളത്. സൈക്കോളജിയിൽ വരുന്ന ടേംസും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ളതെന്ന് പറയുന്നത് വെളിയിൽ ഫോറിനേഴ്സ് ആയിട്ടുള്ള സയന്റിസ്റ്റ് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഒരുപാട് ഫ്രൂയിഡ് എഴുതിയതാണെങ്കിൽ ഇന്നറിന്റെ ആണെങ്കിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അവരൊന്നും മലയാളത്തിലായിരിക്കില്ല പറഞ്ഞു തരുന്നത്, ഇംഗ്ലീഷിലാണ് അവരെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോളജി എന്നല്ല, മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സും ഇംഗ്ലീഷിൽ തന്നെയാണ്. ഒരു ഡിഗ്രി കോഴ്സ് മലയാളത്തിൽ അവൈലബിൾ അല്ല. പിന്നെ ചോദിച്ചാൽ BSc കഴിഞ്ഞാണോ MSc എടുക്കുന്നത്? അതെ, BSc കഴിഞ്ഞിട്ടാണ് MSc എടുക്കുന്നത്. BSc എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് സയൻസ്, MSc എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സയൻസ്. ഓക്കെ ചേച്ചി, എനിക്ക് 61% ഉള്ളൂ, കിട്ടാൻ ചാൻസ് ഉണ്ടോ? മാക്സിമം ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. എനിക്കൊരിക്കലും നിങ്ങളുടെ മാർക്സ് വെച്ചിട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ടോ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് കിട്ടുമോ, അഡ്മിഷൻ കിട്ടുമോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്ര % എനിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന്. എനിക്കറിയില്ല. എനിക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു വർഷം ബ്രേക്ക് എടുത്തിട്ടാണ് പിന്നെ ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തത്. ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്ത MG കോളേജിൽ, ചെമ്പഴനിയിലൊക്കെ അപ്ലൈ ചെയ്തു. പക്ഷെ എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള കോളേജിൽ മാത്രമാണ് കിട്ടിയത്, അതും ലാസ്റ്റ് അലോട്ട്മെന്റിലാണ് കിട്ടിയത്. ഇന്നത്തെ കാലത്ത് ടൈറ്റ് കോമ്പറ്റീഷനാണ്, എല്ലാവർക്കും നല്ല മാർക്കാണ്. +2 കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കെല്ലാം ഫുൾ A+ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ, പിന്നെ കുറേ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജനറൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പരിഗണന ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് ചെന്ന് അഡ്മിഷൻ എടുത്തത്. പിന്നെ സൈക്കോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കാലത്ത് ഡിമാൻഡ്സ് കൂടി വരുന്ന ഒരു കോഴ്സാണ്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്തോറും നിങ്ങൾക്ക് കിട്ടുമോ ഇല്ല എന്നുള്ളത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം 61% ഒക്കെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം റിസർവേഷൻ ഉള്ള കാറ്റഗറി ആണെങ്കിൽ ചിലപ്പോൾ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ എടുത്താൽ പ്രശ്നമാകുമോ? ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത്, ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ. ഇൻട്രോവേർട്ട് ആയവർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് മെയിനായിട്ടും പഠിച്ചിറങ്ങുന്ന ആൾക്കാർ ചെയ്യുന്ന എന്താ, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്കാരെ മാക്സിമം നല്ല രീതിക്ക് നോർമലായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ഒരു സൈക്കോളജി ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇൻട്രോവേർട്ടാണ്, നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിരുന്നാൽ ഒരു കാര്യവും പറ്റൂല. മറിച്ച് നിങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റ് ആയേ പറ്റുള്ളൂ, എനിക്ക് ഇങ്ങനെ ആവണം എന്ന് ഉറച്ച തീരുമാനത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കത് പറ്റും. അപ്പോൾ ഇൻട്രോവേർട്സിനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ സ്റ്റേജിൽ കയറി റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരുപാട് ഉണ്ട്. ഇപ്പം നമ്മളൊരു ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടി ഇപ്പം നമ്മുടെ ടീച്ചേഴ്സൊക്കെ മനസ്സിലാക്കും, ഓക്കെ ഈ കുട്ടിക്ക് സ്റ്റേജ് ഫിയർ ആണ്, ഈ കുട്ടിക്ക് ക്ലാസ് റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ മാക്സിമം ആ കുട്ടിയെ കൊണ്ട് അസൈൻമെൻറ്റ്സ് എടുപ്പിക്കും, സെമിനാർ എടുപ്പിക്കും, ക്ലാസ് എടുപ്പിക്കും. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ സ്റ്റേജ് ഫിയർ ഗ്രാജുവലി അങ്ങ് ഡിക്രീസ് ആകും. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ തന്നെ ഇതൊക്കെ മാറ്റിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമാണ്. സ്റ്റേജ് ഫിയർ മാറ്റുക. പിന്നെ ഇൻട്രോവേർട്ടായ ചിലവരുണ്ട് കംഫർട്ട് സോണിൽ മാത്രം സംസാരിക്കും, വേറെ ആരും സംസാരിക്കില്ല. അങ്ങനെയുള്ളവർ വേറെയും ജോബ്സ് ഉണ്ടല്ലോ, അത് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അബ്രോഡ് സ്കോപ്പ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്കോപ്പ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും മെൻ്റലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സമൂഹത്തിൽ സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റായിട്ടും ആവശ്യമുണ്ട്. സൈക്കോളജി മാത്സ് ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത്. മാത്സ് ഇല്ല, പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിലും ചില സമയത്ത് മാത്രമേ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം തിയറി ബേസ്ഡ് ആണ്. MSc ചെയ്യാൻ വേണ്ടി BSc നിർബന്ധമുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ഇപ്പം ചോദ്യം +1 ചെയ്യാതെ +2 ചെയ്യാൻ പറ്റുമെന്ന് പോലെ ആയിപ്പോയി. എന്തായാലും BSc ഉണ്ടെങ്കിലേ നടക്കൂ. BSc സൈക്കോളജി കഴിഞ്ഞ് MSc എത്ര ഇയർ ആണ്? MSc 2 വർഷമാണ്. മാനേജ്മെൻറ്റ് ഫീ ഓരോ കോളേജിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കോളേജിൽ 22,000 ആയിരുന്നു. PhD എത്ര ഇയേഴ്സ് ആണ്? 3 to 4 ഇയേഴ്സ് ആണ് PhD. സിലബസ് ഫുൾ ഇംഗ്ലീഷ് ആണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ BSc സൈക്കോളജിയിൽ ഏതെങ്കിലും നല്ല കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് MSc ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം MSc ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ലൈസൻസ് കിട്ടും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MPhil എടുക്കാം, അത് കഴിഞ്ഞിട്ട് PhD എടുക്കാം. ഓക്കെ. പിന്നെ BA സൈക്കോളജിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്. BA സൈക്കോളജിയെ പറ്റി ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം എന്തായാലും.
കുറഞ്ഞത് ജോലി കിട്ടാൻ എത്ര ഇയേഴ്സ് വേണം എന്നാണ്. BSc കഴിഞ്ഞ് MSc കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ നമുക്ക് സൈക്കോളജി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്ലിനിക്കലിലൊക്കെ വർക്ക് ചെയ്യാം. പക്ഷേ ഒരു ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ PhD വരെ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ BA സൈക്കോളജി ആണോ BSc സൈക്കോളജി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ BSc സൈക്കോളജി ആണ്. ഞങ്ങളുടെ ഗവൺമെൻറ് കോളേജിൽ ഏതൊക്കെ സൈക്കോളജി ഉള്ളത്? 97% ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കിട്ടും. അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു തരൂ. 97% ഉണ്ടെങ്കിൽ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അങ്ങനെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓരോ കോളേജിനും ഡിഫറെൻ്റ് അല്ല, എല്ലാം സെയിം ആണ്. ഓക്കെ, ഗവൺമെൻറ് കോളേജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുക്കണം. അലോട്ട്മെൻറ്റിലെ ഡേറ്റ് എനിക്ക് തോന്നുന്നു June 10 വരെ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അഡ്മിഷൻ പ്രൊസീജിയർ വന്നിട്ട് നിങ്ങൾ അക്ഷയയിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. എങ്ങനെയാണ് നിങ്ങൾ ഡിഗ്രി അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കോളേജ് വെക്കേണ്ടത്, എങ്ങനെയാണ് കോഴ്സ് വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് യൂട്യൂബിൽ, ഞാൻ ഇട്ടിട്ടില്ല, വേറെ യൂട്യൂബേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഫോണിലും ചെയ്യാം, ലാപ്ടോപ്പിലും ചെയ്യാം. പക്ഷേ കൂടുതലും എനിക്ക് തോന്നുന്നു നിങ്ങൾ തെറ്റ് വരുത്തരുതെന്നൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്ഷയയിൽ നിന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ആദ്യമേ പ്രിഫേർഡ് കോഴ്സ് നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പ്രിഫേർഡ് കോളേജസ് എഴുതി വയ്ക്കുക. അപ്പോൾ BSc സൈക്കോളജി ആണ് കിട്ടണം താല്പര്യം ആണെങ്കിൽ നിങ്ങൾ BSc സൈക്കോളജി ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓക്കെ ഈ കോഴ്സ് എടുത്താൽ കൊള്ളാം, ഈ കോഴ്സ് എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കി താഴെ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ്, ഈ കോഴ്സുള്ള കോളേജസ് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് BSc സൈക്കോളജി ഉള്ള കോളേജസ് ആദ്യം വെക്കുക. മാക്സിമം ഗവൺമെൻറ് കോളേജ്, പ്രൈവറ്റ് അങ്ങനെ ആ ഒരു ഓർഡറിൽ വേണം വെക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത കോഴ്സും അതുള്ള കോളേജസും അതിനനുസരിച്ച് വെക്കുക. കിട്ടാൻ താല്പര്യമുള്ള കോളേജ് ആദ്യം വെക്കുക. പിന്നെ വേറെ എന്താ പറയുക, ഓട്ടോണോമസ് കോളേജിലൊക്കെ BSc സൈക്കോളജി അവൈലബിൾ ആണ്. കൊല്ലം ഫാത്തിമ മാതയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ല വെക്കുന്ന, സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോമാണ്. അതും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുത്താൽ BSc പഠിക്കാൻ പറ്റുമോ? ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് പഠിക്കാൻ പറ്റും. അഡ്മിഷൻ പ്രോസസ്സ് പറയുന്നത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സ് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. BSc ബോട്ടണിക്കാർക്ക് MSc സൈക്കോളജി എടുക്കാൻ സാധിക്കുമോ? BSc ബോട്ടണി പഠിച്ചവർക്ക് പറ്റില്ല. MSc എടുക്കണവർക്ക് BSc തന്നെ എടുക്കണം. കാരണം BSc എന്ന് പറയുന്നത് ബേസാണ്. MSc എന്ന് പറയുന്നത് കുറച്ചും കൂടെ മേളിലുള്ള ഒരു സാധനമാണ്. മാസ്റ്റർ ഓഫ് സയൻസ് ആണ് ഈ MSc സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പം BSc പഠിച്ചിട്ട് ആ ഒരു BSc വെച്ച് ബോട്ടണി പഠിച്ച ഒന്നും ആയിരിക്കും നമ്മൾ MSc സൈക്കോളജിയിൽ പഠിക്കുന്നത്. അതുകൊണ്ട് BSc സൈക്കോളജി എടുത്താൽ മാത്രമേ MSc സൈക്കോളജി പഠിക്കാൻ പറ്റൂ. ആഫ്റ്റർ BSc വാട്ട് വിൽ യു ഡു? MSc ഓർ ജോബ്? MSc ആയിരിക്കും. ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ BSc സൈക്കോളജിയിൽ എടുത്താൽ അതിന് സിലബസ് വരുമോ, സയൻസ് വരുമോ? സയൻസ് എന്തായിട്ടും വരും. കാരണം BSc സൈക്കോളജി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് ആണ്. അപ്പോൾ അതിനകത്ത് സയൻസ് ഉണ്ട്, ഫിസിയോളജി ആണ് അതിനകത്ത് വരുന്നത് മെയിനായിട്ട്. പക്ഷേ അതിനകത്ത് കൂടുതലുള്ളത് മാത്സ്, 10ൽ പഠിച്ച മാത്സ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. HSSൽ വാട്ട് സ്ട്രീം? ഞാൻ ബയോമാത്സ് ആയിരുന്നു. ഈസ് ഫസ്റ്റ് സെമസ്റ്റർ ഹാസ് ലാംഗ്വേജ്? 4 സെമസ്റ്റർ വരെ ലാംഗ്വേജ് ഉണ്ട്. 5th 6th മൊത്തത്തിൽ 6th 6 സെമസ്റ്ററാണ് ഉള്ളത്. അതിൽ 4 സെമസ്റ്റർ വരെ ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ട്, അല്ലെങ്കിൽ മലയാളം ഉണ്ട്. 5ാമത്തെ സെമ്മോട്ടാണ് ലാംഗ്വേജ് ഇല്ലാത്തത്. ആവറേജ് സ്റ്റുഡൻസിനൊക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. 83% ഉണ്ടെങ്കിൽ ഗവൺമെൻറ് കിട്ടുമോ? കിട്ടുമായിരിക്കും, ട്രൈ ചെയ്ത് നോക്കൂ. സൈക്കോളജി പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഓപ്പൺ ആവേണ്ട സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് പറയുകയാണെങ്കിൽ പറയാം. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരാൾ ഒന്നും ചോദിക്കത്തൊന്നുമില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സിലബസ് ഫുൾ ഇംഗ്ലീഷാണ്. +2 ഏത് സബ്ജക്റ്റാണ് എടുത്തത്? ഞാൻ ബയോമാത്സ് ആയിരുന്നു. പിന്നെ ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എത്ര വർഷമാണ്? BSc 3 വർഷവും MSc 2 വർഷവുമാണ്. അത് കഴിഞ്ഞിട്ട് PhD ആണെങ്കിൽ 3 to 4 years ആണ്. അത് നിങ്ങൾ ഏത് സ്ട്രീമാണോ റിസർച്ച് ചെയ്യുന്നത് ആ ഒരു ഇതിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഞാൻ ഇട്ട 2 വീഡിയോയിൽ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു.
മാക്സിമം റിപ്ലൈ ചെയ്തു എല്ലാത്തിനും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അല്ലാതെ ഇടാമെന്ന് വിചാരിച്ചു, കാരണം ഇനി കാണുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ BSc സൈക്കോളജി എന്താണ്, അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും ഞാനൊരു വീഡിയോ ഇടാം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സൈക്കോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.